നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കച്ചേരിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ കച്ചേരിക്കടവ് ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാന ഇറങ്ങി വളരെയധികം കൃഷിനാശം വരുത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഏതായാലും ആ പ്രദേശത്താണുള്ളത്. നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് നമുക്ക് ആ സ്ഥലത്ത് നേരിട്ട് പോയെന്ന് കണ്ട് ആ സ്ഥലം ഒന്ന് കണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ നമുക്ക് നേരിട്ടൊന്ന് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ കച്ചേരിക്കടവിൽ നിന്ന് മുടിക്കയത്തിന് പോകുന്ന റോഡാണിത്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു വഴിക്കാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. കശുമാന്തോട്ടമാണ്. നമുക്ക് ഏതായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. പേരെങ്ങനെയാണ്? സാബു. ഇതാരുടെയാ ശരിക്കും? പറമ്പാരുടെയാ? ഒറ്റപ്പിലാക്കൽ ബേബി. ഇവിടെ ഇങ്ങനെ ഇപ്പോൾ സ്ഥിരമായിട്ടുണ്ടല്ലേ? സ്ഥിരമായിട്ട് ആന വരുന്ന സ്ഥലമാണ്. വരുന്നുണ്ടല്ലേ? ഇത് എവിടെ നിന്ന്? അപ്പുറം കർണാടക പോർഷനിൽ നിന്ന് കയറി വരുന്നതാണ്. അല്ലല്ലേ? അതെ അതെ. ഒത്തിരി കൃഷിനാശം വരുന്നുണ്ടല്ലേ? കൃഷിനാശം വരുത്തുന്നുണ്ട്. കശുമാവൻ തൈ, തേക്കും തൈ എല്ലാം ഒടിച്ചുകളെ, വാഴ, കമുകൻ തൈ എല്ലാം കളയല്ലേ? ഇതിപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് അപ്പോൾ ഇതിനെന്താ ഒരു പരിഹാരം? പരിഹാരം കാണാൻ വേലി പാസ്സായിട്ടുണ്ടെന്ന് പറയുന്നു. ഇതുവരെ അത് മുന്നോട്ട് അതിൻ്റെ നീക്കം എന്താണെന്ന് അറിയില്ല. അല്ലേ? എത്ര വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ ആന ശല്യം ഉണ്ട്? ഇപ്പം ആനശല്യം സാധാരണ പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ കൂടുതൽ ശല്യമായത് ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ടാണ്. 5-6 വർഷമായിട്ടല്ലേ? ഇത് സ്ഥിരമായിട്ട് ഒരേ ആനയാണോ അതെയോ പല ആനകളും വരുന്നുണ്ട്? കൂട്ടമായിട്ട് വരുന്നുണ്ട്, ഒറ്റയായിട്ട് വരുന്നുണ്ട്. ഉണ്ടല്ലേ? നമുക്ക് ആ സ്ഥലത്തേക്കൊന്ന് പോയാലോ? പോയേക്കാം. അപ്പോൾ സ്ഥലം ഒന്ന് കാണാം കേട്ടോ. നമ്മളൊരു 3-4 മാസം മുന്നേ ഈ ഒരു സ്ഥലത്ത് വന്നിരുന്നു കേട്ടോ. അന്ന് ഇവിടെ ഒരു കാട്ടാന ചെരിഞ്ഞിട്ട് ആ കാട്ടാനയുടെ ബോഡി കാണാനും അതുപോലെ തന്നെ ആ സമയത്ത് ആനകൾ ഇറങ്ങി ഇവിടെ കൃഷി നശിപ്പിച്ചതൊക്കെ കാണാനായിട്ട് നമ്മൾ ഈ വഴിക്ക് വന്നിരുന്നു. അത് നമ്മൾ കണ്ടാണ് ഇവിടുത്തെ ആ ഒരു ഇതൊക്കെ നമ്മൾ കണ്ടാണ്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്ത് കാണാം കേട്ടോ. ഇവിടം വരെ കേട്ടോ ആന വന്ന്. റോഡിൽ നിന്ന് എത്ര മീറ്റർ ഉണ്ട്? റോട്ടിൽ നിന്ന് മെയിൻ റോഡാണ്. നമുക്കിത് അവിടെ കാണാം കേട്ടോ. മെയിൻ റോഡിൻ്റെ കല്ല് നമുക്ക് കാണാം. ഇതാ ഇവിടം വരെ വന്നു കേട്ടോ. അങ്ങനെ മൊത്തം നശിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. വാഴയും കമുങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്തുണ്ടല്ലേ? ചെറിയ കവുങ്ങും തൈയും വിടുന്നില്ല. ഒന്നും വിടുകയില്ല. ഇതെല്ലാം അന്ന് നമ്മൾ വന്നപ്പോൾ ഇതിലൊക്കെ വലിയ ചാല് പോലെയായിരുന്നു. അത് കൂട്ടം ആയിരുന്നു. ഇത് കൂട്ടമല്ലെന്ന് തോന്നുന്നു. അത് കൂട്ടമാണെന്ന് അറിയത്തില്ല. അവിടെ ചവിട്ട് അത്ര കൂട്ടമാണെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ ഇത്രയും കളഞ്ഞാൽ പോരാ. ആനച്ചൂറുണ്ടല്ലോ. ആനപ്പിണ്ട്. ഇതാ ആനപ്പിണ്ടത്തിൻ്റെ. അതുകൊണ്ടാണ് മണം വന്നു. ഞാൻ വിചാരിച്ചത് എവിടുന്ന മണം വരുന്നത്. ഇതൊക്കെ ഇന്ന് രാവിലെ ഇട്ടല്ലേ? ഇന്നലത്തെ രാത്രിയിൽ വന്നിട്ട് പോയതാ. വിഷമുണ്ട്. പകല് കാണിയല്ലോ അല്ലേ? ഉണ്ടാകാനില്ല. റിസ്ക് ആണോ പോകുന്നേ? റിസ്ക് ആണോ? പത്തിൻ്റെ മുമ്പിലോട്ട് ചെന്ന് വിടുവോ? അതില്ല. അങ്ങനെ പകല് ഇതുവരെ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല. ഇതുണ്ടോ? ഇതെല്ലാം ഇന്നലെ പൊളിച്ചത്. ആ കശുമാവിൻ്റെ തൊലി ഉണ്ടോ? ഇന്നാരായാലും ഇവിടെ പറമ്പിൽ വന്നായിരുന്നോ? ഇന്ന് ഞാൻ പിന്നെ അപ്പുറത്ത് എൻ്റെ പറമ്പ് അപ്പുറത്താണ്. അപ്പോൾ ഞാൻ മിക്കവാറും രാവിലെ ഒന്നും വന്ന് നോക്കും ആന കയറി വല്ലതും കളഞ്ഞോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ഇവിടുത്തെ ഒരു പണിക്കാരൻ അങ്ങോട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ആന കയറി എല്ലാം പൊളിച്ച് നശിപ്പിച്ചെന്ന് പറഞ്ഞു. ഇതുണ്ടല്ലേ മൊത്തം കുത്തി പൊളിച്ചത്. കശുമാവിൻ്റെ തൊലിയില്ലേ? തൊലി പൊളി. ചുമ്മാ പൊളിക്കുന്നത്? ഇത് ചുമ്മാ പൊളിച്ച്. അതെ, ഉരയ്ക്കുന്നതാണ്. ഉരയ്ക്കുന്നല്ല, കുത്തി പൊളിക്കുന്ന. കണ്ടില്ലേ കൊമ്പ് കുത്തി. കൊമ്പ് കുത്തിയ പാടുണ്ടല്ലോ. കുത്തിയ പാട്. ഇതിൽ പോകാൻ തോന്നില്ല. അവിടെ ആ തേക്ക് കാണുന്ന പൊളിച്ച് കാണും. അല്ല ഇതിൽ ആന ചവിട്ടുണ്ട് ഇവിടെയൊക്കെ. ഇതോ ആന വന്ന പകല് തിരിച്ചിറങ്ങി പോവോ? അത് രാത്രി തന്നെ പോവും. അതെ, അവിടെ തേക്ക് കളഞ്ഞിരിക്കും. പിന്നെ അങ്ങോട്ടാ തേക്കും തൈയെല്ലാം ഒടിച്ച് കളഞ്ഞാണ്ടില്ലേ? തൊലിയും പൊളിച്ച്. ഇതെന്തിനാ ഇത് ഒടിക്കുന്നത്? തേക്കും തൈയുടെ തൊലി പൊളിക്കുന്നുണ്ട്. എന്താ സംഭവം? തിന്നുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അതിലാണോ വന്നതെന്ന് അറിയത്തില്ല. ഞാനിങ്ങോട്ട് പോകുന്നില്ലായിരുന്നു. ആ പണിക്കാരൻ പറഞ്ഞാൽ ഇങ്ങനെ ഒടിച്ചിട്ടുണ്ട്. ഇല്ലി ഒടിച്ചിട്ടെങ്ങനെയാ? ഇതിൽ ആന ഒടിച്ചിരിക്കുന്നു. അത് ആന ഒടിച്ചോ. അവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. തൊലി പൊളിച്ച് കാണുന്നത് നോക്കുമ്പോൾ കയറിയ ഇഷ്ടം പോലെ അല്ല പിന്നെ. അതെ ഇഷ്ടംപോലെ തീറ്റയുണ്ട് ഇവിടെ. നാട്ടിലുള്ളതിനെക്കാട്ടും തീറ്റ ആനയ്ക്ക് അവിടെ കിട്ടും. അവിടെ കിട്ടും. ഈ പുല്ലെല്ലാം വലിച്ചു പറിച്ചിട്ടുണ്ട്. ഇതിലെങ്ങാണ്ട വന്നിരിക്കുന്നത്. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ.
ഇല്ലി ഒടിച്ചിട്ടേക്കുന്നുണ്ട് കേട്ടോ, കാണുന്ന ഇല്ലി ഒടിച്ചിട്ടേക്കുന്ന കേട്ടോ. ഇന്ന് ആരെങ്കിലും രാവിലെ വന്നായിരുന്നു ഇവിടെ? ഇന്ന് പണിക്കാരൻ വന്നോളൂ, വേറെ ഇല്ല. ഇവരാരോടും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പറഞ്ഞാൽ പിന്നെ പഞ്ചായത്തും ബോർഷും ഒക്കെ വന്നേനെ. എന്നും ഈ വിളി തന്നെ അല്ലേ? അല്ല, എന്നും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഒന്നും എപ്പോഴും ഈ പരാതി കൊടുക്കാനല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് മൊത്തം വെളുക്കുമെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇന്നെവിടെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ വന്നതുകൊണ്ട് ഇന്നും വരാം. ഇന്നലെ വന്ന് തീറ്റയൊക്കെ തിന്നല്ലേ, ഇന്നും വരാൻ വേണമെങ്കിൽ. അതെ അതെ അതെ. ഇതെല്ലാം ഇത് ഒടിച്ചിട്ടേക്കുന്നല്ലേ? ഇതെല്ലാം ഒടിച്ചിട്ടേക്കുന്നു. കശുമാവ്, ഒരു തേക്കിൻ്റെ തൈ കിടത്തിയത് കിടത്തിയിട്ടേക്കുന്നല്ലേ? കിടത്തിയിട്ട് ചവിട്ടി കശുമാവ്. ഇത് അവിടെ ഒരു തേക്കിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലേ? അവിടെ ഒരു തേക്കുണ്ട്. തൊലി തിന്നുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. തൊലി തിന്നുന്നുണ്ട്. അതെ അതെ. തൊലി തൊലി ഇവിടെ ഈ ഒരു ഭാഗം വെച്ചില്ല. അതെ അതെ. തൊലിയൊന്നും കാണുന്നില്ല. തൊലി തിന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് കുളിക്കുന്നത്. ഇതുകൊണ്ട് വലിയ ആന കേട്ടോ, വലിയ ആന. അതെ, അവിടെയും പെടുത്തിയിട്ടുണ്ട്. മുഴുത്ത ആന, വലിയ കാൽപ്പാട്. ഇത് ഒന്നായിരിക്കുകയല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒറ്റ ആയിരിക്കുകയല്ലേ ചിലപ്പോൾ. അവിടെയൊക്കെ തൊലി കളഞ്ഞിട്ടുണ്ട്. അപ്പുറം തോട് കിടന്ന് അപ്പുറം ഫോറസ്റ്റ് അല്ലേ അല്ലേ? അപ്പുറം ലാസ്റ്റ് കാണുന്നു. അവിടെ കശുമാവിൻ്റെ തൈ കളഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇന്നലത്തെ മുളയുടെ കൂമ്പെല്ലാം. മുളയെല്ലാം മുള പറിച്ചിട്ടൊക്കെ നോക്കി. ഇത് കുറേ കളഞ്ഞിട്ടുണ്ടല്ലേ? ഇത് കുറേ. ഇത് ഇപ്രാവശ്യത്തെ പുതിയ കൂമ്പ് വന്നതല്ല. ഇതാ എല്ലാം പറിച്ചിട്ടേക്കുന്നു. ഇഷ്ടംപോലെ മുള ഇതാണല്ലോ, മുള ഇഷ്ടംപോലെ കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒടിച്ചിടുക, തിന്നുക. ഇത് മൂക്കാത്ത മുളയല്ലേ? അത് മൂക്കാത്ത മുമ്പ് വരുന്നതാ, പുതിയ മുളയായി വരണ്ട. ഇവിടെ മുറിച്ചിട്ടേക്കുന്നുണ്ടോ? ഇതുണ്ടോ? ഇവിടെയൊക്കെ കളഞ്ഞിട്ടുണ്ട്, നിൽക്കുന്നുണ്ടോ? ഈ കാണുന്ന ഇത് മറ്റേ വെള്ളപ്പൊക്കം വന്നപ്പോൾ പറമ്പാണ്. പറമ്പാണ് അവിടെ. ഇതിന് അപ്പുറത്ത് പുഴയുണ്ട്. ആ പുഴ വെള്ളപ്പൊക്കത്തിൽ 2018 വെള്ളപ്പൊക്കത്തിൽ കയറി ഒഴുകി ഈ പറമ്പ് മൊത്തം നശിച്ചു പോയത് കേട്ടോ. അങ്ങനെയാണ് ഇതിങ്ങനെ തരിശൂഭൂമി പോലെ ആയിപ്പോയത്. അല്ലാതെ ഇത് ഫോറസ്റ്റ് അല്ല. നമ്മൾ ഇതേ സ്ഥലത്ത് തന്നെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് കയറി നോക്കട്ടെ. ഇവിടെയൊക്കെ കാൽപ്പാട് കാണാം കേട്ടോ. ആനപ്പിണ്ടം അവിടെയും കിടക്കുന്നു. ഇവിടെയൊക്കെ ഉണ്ട് ആനപ്പിണ്ടം. ഇവിടെ ഇപ്പോൾ കാവൽ കിടക്കുന്നില്ല. ഇല്ല, ഇപ്പം അത് വാഴക്കൃഷി ഉണ്ടായിരുന്നപ്പോൾ കാവലായിരുന്നു. ഇപ്പം വാഴ ഇല്ലായിരുന്നു. ഒടിച്ചത് കുറച്ച് നേരത്തെ ഒടിച്ച്. ഇത്രയും മുള കാട്ടി കാണിയല്ലോ. മുളയില്ല ഇപ്പോൾ, കാട്ടിൽ മുളയില്ലല്ലോ. അതെ അതാ പറഞ്ഞേ. പിന്നെ ഉണ്ടോ അതൊക്കെ തേക്കിൻ്റെ ഇലയൊക്കെ ഒടിച്ചിട്ട് വേറെ തേക്ക് ഒടിച്ച്. ഇവിടെ ഒരു തേക്ക്. എല്ലാത്തിൻ്റെയും അവിടെ ഒരു കഴിക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും തൊലി തിന്നുന്നുണ്ട്. ഉണ്ടോ? അവിടെ ഒരു കശുമാവിൻ്റെ തൊലിയുണ്ടോ? അതെ, അവിടെ പറഞ്ഞുണ്ടല്ലേ. ഇത് ഒന്നല്ല കേട്ടോ, ഒന്നിൽ കൂടുതലുണ്ട്. ഒന്നിൽ കൂടുതലുണ്ട്. ഇത്രയും ഒന്നിൽ കൂടുതലുണ്ട്. ഒന്നിൽ കൂടുതലുണ്ടാവും. കൂട്ടമായിരിക്കും. അതിൽ അവിടെ ഒന്നും ഇല്ല. എന്നിട്ടും അവിടെ ഒരു തേക്കിൻ്റെ ഒക്കെ പൊളിച്ച് പറമ്പിലൊന്നും ഇവിടെ. ഇതൊക്കെ ഇന്ന് രാവിലത്തെ കേട്ടോ. ഇതേ ഇതൊക്കെ ഇന്ന് രാവിലത്തെയാ. രാവിലെ നേരമ്പളത്തായിരിക്കും പോയിട്ടുണ്ടോയെന്ന് പറയാൻ പറ്റില്ല. ഈ സ്ഥലത്തൊക്കെ നിന്നാൽ അറിയല്ലേ. ഒച്ച ഉണ്ടാക്കാൻ നിൽക്കും ഇവർ. ഇപ്പോൾ ഉറങ്ങുന്ന സമയമായിരിക്കും. ഇപ്പം മിണ്ടാതെ നിൽക്കും. കൂട്ടമാ. കാരണം ഇത് ആനപ്പിണ്ടം തന്നെ എന്തേരം കിടക്കുന്നു. അതെ അതെ അതെ. ടൂറുകൾ ഇവിടെ ചിലവഴിച്ചിട്ടുണ്ടല്ലേ. അത് അവിടെ മുള കണ്ടില്ല അതിൻ്റെ കൂട്ട്. അത് അവിടെ ആനപ്പിണ്ടത്തിൻ്റെ കളിയാണ്. ഒന്നിൽ കൂടുതൽ. ഇത് മൂന്നെണ്ണം കേട്ടോ. 3 3 4 അതെ അതെ അതെ. ഇത് ആന കൂടുതലുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. മുള തിന്നാൻ ഇറങ്ങി വരുന്നു ഞാൻ. ഈ മുള മൊത്തം തീർക്കുമായിരിക്കും അല്ലേ? ഇങ്ങനെ ഒരു 2 ആഴ്ച വന്നാൽ മുള മൊത്തം തീരുമായിരിക്കും അല്ലേ? അല്ല, ഇത് എല്ലാം ഒന്നും പിടിക്കാനും തോന്നുന്നു. ഈ ചെറുതൊക്കെ പിടിക്കുന്നുണ്ട്. മൊത്തം അങ്ങനെ കിട്ടുകയല്ലോ. കുറേ ഉണ്ടല്ലോ അല്ലേ? ഇത് കണ്ടില്ലേ കശുമാവിൻ്റെ പൊളിച്ച്. ആനപ്പിണ്ടം കുറേ ഉണ്ടല്ലോ. ഉണ്ടോ കശുമാവിൻ്റെ തൊലി പൊളിച്ചിട്ടേക്കുന്നത്? ഇത് വേറെ തേക്ക് ഒടിച്ചിട്ടേക്കുന്നു. ഇവിടെ തേക്ക് ഒടിച്ചിട്ടുണ്ട്. ഉണ്ടോ?
തേക്കും തൈ മൊത്തം കളയോ അല്ലേ? തേക്കും തൈ മൊത്തം അത് തൊലി ഇത് തിന്നുന്നതുകൊണ്ടാന്ന് തോന്നുന്നു. ഇതന്ന് ഞാൻ കണ്ടതിനെക്കാട്ടും കുറേ കൂടെ വെളുത്തില്ല ഈ പറമ്പ്. അന്നത്തെ വീഡിയോയിൽ ഇത്രയും കൂടെ ഇനിയും വേറെയും കശുമാവ് ഉണ്ടായിരുന്നു. കശുമാവല്ല, ഇത് പെട്ടെന്ന് വീണ മറ്റേ മുറിസ. അപ്പോൾ അങ്ങോട്ട് ഇല്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ അങ്ങോട്ട് പോയില്ല, അതിൽ വന്നില്ല. അങ്ങോട്ട് ഇനിയിപ്പോൾ പോയാൽ കാടിങ്ങനെ കിടക്കുന്നതുകൊണ്ടേ ഇതിങ്ങനെ കിടക്കുന്നത് ഒരുപക്ഷെ ആനയ്ക്ക് ഇത് കാടാന്നൊരു ചിന്ത വന്നാലേ പറയാൻ പറ്റും. ഇവിടെ തെളിക്കുന്നത് പിന്നെ ഈ കശുവണ്ടി ആകുമ്പോഴല്ലേ തെളിക്കൂ. അതെ, കശുവണ്ടി വാങ്ങുമ്പോൾ മാത്രം തെളിച്ചാൽ മതിയല്ലോ. ഇടയ്ക്കൊരു വയക്ക് ചിലപ്പോൾ മഴ നിൽക്കാറാകുമ്പോൾ ഒന്ന് വയക്കും. ഇടയ്ക്ക് മഴ നിൽക്കാറാകുമ്പോൾ ഒന്ന് വയക്കും. ഇല്ല, ഇത് കുറേ ആനയുണ്ടെന്ന്. ഇത് കുറേ ഉണ്ട്. രണ്ടൊന്നും അല്ല, ആനപ്പിണ്ട ഒത്തിരി ഉണ്ട് കേട്ടോ. കുറേ ഉണ്ട്, ചെറുതും വലുതുണ്ട്. എല്ലാം ഉണ്ട്. ചെറുതും വലുതൊക്കെ ഉണ്ട്. ആന കൂട്ടം കേട്ടോ. ഇത് മൊത്തം തീർക്കും തോന്നുന്നു അല്ലേ? ഇങ്ങനെ ഒരു 4 വരവ് വന്നാൽ തീർന്നില്ലേ? അതെ. ഇവിടെ ഓടിച്ചിട്ടേക്കുന്നു, വണ്ടി വരുന്ന വഴി കേട്ടോ. ഇതിൽ ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടല്ലോ. കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇത് ഫോറസ്റ്റാന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചിലർ വരാൻ സാധ്യതയുണ്ട്. ഫോറസ്റ്റ് അല്ല, അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ടല്ലോ. ഇതിൽ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. ഇങ്ങനെ പോയിട്ടുണ്ട്. അങ്ങോട്ട് പോയെങ്കിൽ അവിടെ ഒന്ന് കളഞ്ഞ് അവിടെ ഉണ്ട്. കാൽപ്പാട് അല്ല, ആനപ്പിണ്ടം ഉണ്ട് അവിടെ. ഇവിടെയെല്ലാം വന്നിട്ടുണ്ട്. കിടക്കും. ഇതിലെല്ലാം വന്നിട്ടുണ്ട്. അവിടെ ആ മുളക്കിട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. എവിടെയാണ് ഇത്? ആദ്യം വന്നാന്ന് തോന്നുന്നു അല്ലേ? ഇത് 2 ദിവസം മുന്നത്തെയാണ്. ഇന്നത്തെ അല്ല, പുതിയല്ല. പഴയതാണ്. അല്ല, അവിടെ ഇന്നലെ വന്നിട്ടുണ്ട് കണ്ടോ. അതേ പിടിച്ച് വലിച്ചിട്ടുണ്ട്. മുള വലിച്ചിട്ടുണ്ട്. ഇവിടെ തേക്ക് കളഞ്ഞിട്ടുണ്ടല്ലോ. തേക്ക് കളഞ്ഞിട്ടുണ്ട്. പുതിയതാ അത് ഇന്നലത്തെ. അപ്പോൾ ഇങ്ങോട്ട് തേക്ക് ഇപ്പോൾ ഒരു 10 തേക്കേലും കളഞ്ഞിട്ടില്ലേ ഇവിടെ മൊത്തം? ഇഷ്ടംപോലെ കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു തേക്ക് കളഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എത്ര നാൾ പ്രായമുള്ളതായിരിക്കും? ഇതൊരു 4-5 വർഷമേ കാണുള്ളൂ. കാരണം ഇത് ഒന്ന് മുറിച്ചു കുറ്റിയെന്ന് കിളുത്ത തേക്ക് ആണല്ലേ? കുറ്റിയെന്ന് കിളുത്ത തേക്ക് വേഗം വളരും. എന്നാ നട്ടാലും തീർക്കും അല്ലേ? ഒരു കൃഷിയും വാഴാനൊന്നുമില്ല. അതൊക്കെയാണ് വേഗം കളയും. അതെ. ഇത് കശുമാവാണേലും തൊലി പൊളിച്ച് ചക്ക എല്ലാവരും അങ്ങനെ കളഞ്ഞോണ്ട് അതിന്റെ പ്രതികാരം തീർക്കും. ബാക്കി സാധനങ്ങളും കളയുക. ചക്ക തീർത്ത് കഴിഞ്ഞാൽ ഇത് നിൽക്കുമെന്ന് എല്ലാവരും വിചാരിച്ചേ. എവിടെ ഇങ്ങോട്ട് വന്നില്ലെന്ന് തോന്നുന്നു. എനിക്കിവിടെ കുറച്ച് പ്ലാവ് ഉണ്ടായിരുന്നു, ഞാൻ മുറിച്ച് കളയേ. അല്ലേ? ചേട്ടൻ ഇവിടെ തന്നെ ഇവിടെ പ്ലാവുണ്ടോ? ഇപ്പോൾ ഇല്ല, എല്ലാം മുറിച്ച് കളഞ്ഞു. അല്ല, ചേട്ടൻ്റെ പറമ്പ ഇത്? അല്ല, ഇതല്ലേ അപ്പുറത്തല്ലേ? കുറച്ചുകൂടെ അപ്പുറത്തോട്ടാ. പുഴ ഒഴുകുന്ന ഒച്ച കേട്ടോ. ഇത് തൊട്ടടുത്ത് തന്നെയാണ് പുഴയൊക്കെ ഉള്ളത്. പുഴയുടെ പേരിനെ വരാപ്പുഴ അല്ലേ? പോയാൽ കുഴപ്പമുണ്ടോ? ഇല്ലില്ല, ഒന്നും പിടിക്കണ്ട. ആന വല്ലതും ഉണ്ടാവും? ഇല്ല, അങ്ങനെ പകലിവിടെ ഇതുവരെ അങ്ങനെ നിൽക്കലില്ല കേട്ടോ. പറയാൻ പറ്റിയല്ല. ആനകളൊക്കെ പുതിയ രീതിയാണ്. പണ്ടത്തെ രീതിയൊന്നും അല്ല ആനയ്ക്കിപ്പോൾ. ഫോറസ്റ്റുകാർ പോകുന്ന പോലെ പടക്കം കൊണ്ട് പോകേണ്ടി വരൂല്ലേ? മുള. ഇതിലെ ഇറങ്ങിയ ഒരു ഇത് കണ്ടോ, ചാല് വഴി. ഇവിടെ ഒരു വഴിച്ചാല് ഇതിലെ മുകളിലേക്ക് കയറുന്നുണ്ട്. മുകളിലേക്ക് കയറി ഇറങ്ങിയത് കണ്ടാണ് അതിൽ കണ്ടോ. അത് ഇന്നലത്തെയാ വഴിച്ചാലല്ലേ? ഇതിലെ കയറി പോകുന്നതല്ലേ? ഇതിലെ കയറി പോയിട്ട് കയറിയതാണോ? ഇവിടെ അല്ല, ഇവിടുന്ന് മുകളിലല്ല, മറ്റേ ആന ചെരിഞ്ഞ സ്ഥലം. ചെരിഞ്ഞതിൻ്റെ താഴെയാണിത്. അതെനിക്കൊന്ന് ഇറങ്ങിയതാണോ? ഇത്രയും കുത്തനെ ഇങ്ങോട്ട് ഇറങ്ങിയതായിരിക്കും. മുള ഒടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ വെള്ളം കയറി ഒഴുകിയല്ലേ? ഇവിടെ വെള്ളം കയറി ഒഴുകി. അങ്ങനെ ഇപ്പം ഇവർ ഈ മണ്ണ് കല്ല് കോരിയിട്ടല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ കുറവാ. വലിയ വെള്ളം കയറി ഒഴുകിയല്ലേ ഇങ്ങനെ ആയത്? അതെ 2018 2018 ആ സ്ഥലമൊക്കെ പോയത് അങ്ങനെയാണല്ലോ. ഇതിൻ്റെ നടുക്കൂടെ വെള്ളം ഒഴുകി പോയില്ലേ? അതിൻ്റെ നേരെ അങ്ങനെ അങ്ങോട്ട് ഒഴുകി. ഇതിലെല്ലാം ഇവിടെയെല്ലാം കയറി ഒഴുകിയായിരുന്നു. ആണല്ലേ? ഈ പുഴ ഒഴുകിക്കൊണ്ടിരുന്ന അപ്പുറത്തെ വഴിയാ? പുഴ ഇങ്ങനെ ആ സൈഡിൽ കൂടെയാണ് പോകുന്നത്. വെള്ളം കൂടിയപ്പോൾ നേരെ ഇങ്ങോട്ടങ്ങ് കയറി. അങ്ങനെ പുതിയ വഴിയായില്ലേ? പുതിയ വഴിയായി. ആ പറമ്പ് ഇവരായിരുന്നു? അല്ല അത് ഇപ്പുറത്തല്ലേ? ഇപ്പുറത്താണ് കയറി ഒഴുകിയല്ലേ? അത് കർണാടകയായി. കർണാടകയില്ലേ? ഇത് കർണാടക കേട്ടോ, വനമാട്ടോ. ഇവിടുന്നാണ് ഇങ്ങോട്ട് കേരളത്തിലേക്ക് ആനകൾ കയറി വരുന്നത്. ശരിക്കും കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് കയറാതിരിക്കാനുള്ള പരിപാടിയെങ്കിലും ചെയ്യണമല്ലേ? ശരിക്കും അവർ ഇവിടെ ഫെൻസിങ് തൂക്കുവേലി എല്ലാം പാസ്സായെന്നാണ് പറഞ്ഞത്. അല്ലേ? എല്ലാം പാസ്സായി. കഴിഞ്ഞ പ്രാവശ്യം വന്ന് നോക്കുകയൊക്കെ ചെയ്തു. ഇനി അവർ പറയുന്നത് കുറച്ച് താമസമുണ്ട്, എന്താണെന്നറിയില്ല. അതിൻ്റെ തിരുവനന്തപുരത്ത് എന്തോ പേപ്പർ പോയിട്ടുണ്ട്, ഉടനെ റെഡിയായി വരും എന്നൊക്കെ പറയുന്നു. അല്ലേ? ഇതായി വരുമ്പോഴത്തേക്ക് ഏകദേശം തീരുമാനമാവില്ല? അതെ, ആയി വരുമ്പോഴത്തേക്ക് ആന ഇവിടെ തീർക്കും.
ഒന്നും ഇതാ ഈ വലിപ്പമുള്ള തേക്ക് ഉണ്ടോ, ഈ വലിപ്പമുള്ള തേക്കാട്ടോ. എൻ്റെ ഇവിടെ ഒരു നാളെ ആ സൈഡിൽ ഒടിച്ചതാ, അവിടെയൊക്കെ ഉണ്ടല്ലേ. ആ ചെറുത് ഒടിച്ച് അതിൽ നേരത്തെയാണ് അത് കണ്ടോ കുറ്റി കിളുത്ത് വരുന്നുണ്ടോ, ഒടിച്ച് കളഞ്ഞത് പിന്നെ മോശം വരുന്നേ അല്ലേ. അത് ഞാൻ പിന്നെ അത് വെട്ടി കളഞ്ഞേച്ച് അത് ആ അപ്പുറത്തോട്ടുള്ളത് ഒരു 3-4 അങ്ങനെ ഒടിച്ച് കളഞ്ഞായിരുന്നു. ഇത് ഫുള്ള് വെള്ളം ഒഴുകുമ്പോഴും ആന ഇല്ലോട്ട് വരുന്നുണ്ടല്ലേ. ആന ഈ വർഷമാണ് അങ്ങനെ എത്രയും ഒരുവിധം വെള്ളത്തിന് കയറി വന്നത്. സാധാരണ ഒരു പുഴയിൽ വെള്ളം അങ്ങനെ വരുന്നതല്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വെള്ളം കുറച്ച് കുറഞ്ഞപ്പോഴത്തേക്ക് തന്നെ ആന കയറി. ആൾക്കാരും ഫോറസ്റ്റുകാരെ വിളിച്ച് മടുത്ത് കാണൂല്ലേ. അതെ, ആൾക്കാരും മടുത്തന്നേ. ഇത് എന്ത് ചെയ്യണ്ട, അവര് വന്നിട്ട് തന്നെ ചെയ്യാനാ. അതെ അതെ അതെ, ഇതിന് വേലിയല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല. അതെ അതെ, അങ്ങോട്ട് കിടക്കാതിരിക്കാൻ മാർഗ്ഗം നോക്കാം, സംവിധാനം മാത്രം ചെയ്യണം. ഇതിപ്പോ റോഡിന് അപ്പുറത്തേക്ക് മെയിൻ റോഡിന് അപ്പുറത്ത് കയറി വരുന്നുണ്ട്, അതാ പ്രശ്നം. ആൾക്കാർ രാവിലെ ടാപ്പിങ്ങിന് ഇവിടെ നിന്ന് എന്തായാലും 1 കിലോമീറ്റർ കൊണ്ട് നടന്നില്ലേ. 1 കിലോമീറ്റർ നടന്നു. അത്രയും ദൂരം അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ കടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വനത്തിനോട് ചേർന്നവർ ഒഴിയണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ആൾക്കാർ ആദ്യം മനസ്സിലാക്കുക, അതിനപ്പുറത്തോട്ടുള്ള ആനയൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച കയറിയപ്പം പിന്നെ ഒരു ടാപ്പിങ്ങുകാർ വന്നാണ് ടാപ്പ് ചെയ്യാൻ പോകാൻ വേണ്ടി. അവർ ആ ഓട്ടോ കൊണ്ട് വരുമ്പം വാഴയും കപ്പയും റോട്ടിൽ കിടക്കുന്നു. ഇത് കണ്ടപ്പോൾ ആനയാന്ന് വിചാരിച്ചിട്ട് ഇവർ വേഗം തിരിച്ചുപോയി പേടിച്ചിട്ട്. ആനയായിരുന്നോ? ആന പറിച്ചിട്ടതായിരുന്നു. അല്ലേ? ആ, അത് മെയിൻ റോഡിൽ, അല്ലേ, മെയിൻ റോഡിന് അപ്പുറത്തെ പറമ്പിൽ കയറിയിട്ട് കൂടെ പന്നി. ആ, പന്നിയുടെ പന്നി എല്ലാ ശല്യവും. ആ കാണുന്നൊക്കെ റബ്ബർ തോട്ടം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം റബ്ബർ തോട്ടങ്ങളാണ്. വനാതിർത്തിയോട് ചേർന്ന പ്രദേശമാണ്. ചേട്ടൻ്റെ പറമ്പ് ഇവിടുന്ന് അങ്ങോട്ടാ? ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് നേരെ മുകളിലോട്ട് കയറിയ അപ്പുറം മെയിൻ റോഡില്ലേ. എന്തോ ഇവിടെ തെളിഞ്ഞാലുവേ അവിടെ കാടല്ലേ, അപ്പുറം കാടായതുകൊണ്ടല്ലേ. ആ, ഇതെല്ലാം ഇപ്പം തെളിക്കാൻ പറ്റുമോ? വ്യക്തികൾ ഇപ്പം എന്തേലും തെളിക്കുന്നതിനുള്ള എന്തായാലും കിട്ടുന്നുണ്ടോ? ആ, അതല്ലേ ഇത് കഴിഞ്ഞ പൈസ ആനയും മൃഗങ്ങളും കൊണ്ടുപോകും. പിന്നെ ആൾക്കാർക്കും തെളിക്കാനും മടിയായി. പിന്നെ എല്ലായിടത്തെയും പ്രശ്നം ആൾക്കാർക്ക് കൃഷിയോടുള്ള താല്പര്യം പോയി. അതെ അതെ, അല്ല കൃഷിയിൽ ഇപ്പോൾ ഒന്നും കിട്ടാനില്ലെന്ന്. അതെ അതെ, എന്തേലും കിട്ടിയാൽ അത് ആന ഉണ്ട്. ആന, അതെ. ഈ പറമ്പിൽ ഇഷ്ടം പോലെ കേട്ടോ, കൂട്ടമായിട്ട് ഇറങ്ങിയേക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന ഇതൊന്നുമല്ല. കണ്ടു കഴിഞ്ഞാൽ ഇത് കാണാമെന്നൊക്കെ തോന്നുമെങ്കിലും ഈ കാട് പിടിച്ചു പോയതാട്ടോ. ഇതൊക്കെ പട്ടയമുള്ള ഭൂമികൾ തന്നെയാണ്. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കല്ല് വന്നത് 2018 പ്രളയത്തിൽ പുഴ കയറി ഒഴുകിയതാണ്ടോ. അവിടെയൊക്കെ കല്ലും കൂട്ടം കണ്ടോ. പുഴ കയറി ഒഴുകി ഇവിടെ ഇങ്ങനെ ഈ പറമ്പ് 2ആയിട്ട് തിരിഞ്ഞു പോയി കേട്ടോ. പകുതി പറമ്പ് ഇവരുടെ പോയി, കുറേ സ്ഥലം ഇവരുടെ പോയി. അങ്ങനെ ഇപ്പോൾ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുക അതിൽ. അങ്ങനെ സംഭവിച്ചതാണ്. ഒത്തിരി സ്ഥലമുള്ള ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് അത്ര ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തോട്ടുമുള്ള ചെറുകിട കർഷകരെയും പോലും ഇത് ബാധിക്കുന്നുണ്ട്. ആന ഇഷ്ടംപോലെ അങ്ങോട്ടും ആ ഭാഗത്തേക്കും വരുന്നുണ്ട്. ഇഷ്ടംപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ കളയുന്നുണ്ട്. ഈ വഴി കൂടെയൊക്കെ നടക്കുമ്പോൾ ശ്രദ്ധിച്ചാട്ടം നടക്കുന്ന, ചുറ്റും നമുക്ക് പറയാൻ പറ്റില്ല. സ്ഥലം ഇങ്ങനെ കിടക്കുന്നുണ്ടേ. ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ആന നിന്നാൽ നമ്മൾ അറിയത്ത് പോലുമില്ല. അവിടെ നിൽക്കാറില്ലെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ എന്നാലും നമുക്ക് അത്രയൊക്കെ അങ്ങോട്ട് കണ്ണും പൂട്ടി അതങ്ങ് വിശ്വസിക്കാൻ പറ്റൂല. കാരണം ഏത് നിമിഷവും എന്ത് സംഭവിക്കാമല്ലോ. ആന തിന്നാത്ത സാധനങ്ങൾ പോലും ആനയൊക്കെ തിന്നു തുടങ്ങി. അതുകൊണ്ട് ആന സ്ഥിരമായിട്ട് തിരിച്ചു പോകുന്ന സ്ഥലത്തുനിന്ന് ഒരു ദിവസം പോയില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? നമുക്ക് പറയാൻ പറ്റില്ല ആന പോയില്ലെന്ന്. രാത്രിയൊക്കെ ഇവിടെ വന്ന് പെട്ടാപ്പോൾ തീർന്നില്ലേ? ആ, രാത്രി ധൈര്യത്തിലൊന്നും വരാൻ പറ്റില്ല. ഇവിടെ എന്ത് ധൈര്യത്തിലാണ് വരേണ്ടത്? ആന എവിടെ നിന്നാൽ കാണും. ഫോറസ്റ്റ് മാതിരി ആയില്ല. ഇപ്പോൾ ഒരു കശുമാവിൻ്റെ മറവിൽ നിന്നാൽ പോലും നമുക്ക് തിരിയില്ല. ആന ഭയങ്കര. ഒരു മാസം എല്ലാ ദിവസവും വരുന്നുണ്ടല്ലോ ഇങ്ങനെ? ആ, മിക്കവാറും ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യമായിട്ട് കയറുന്നുണ്ടല്ലേ. കഴിഞ്ഞ ദിവസം ഇവിടെ തൊട്ടടുത്ത് ഒരു സ്ഥലത്ത് വന്നിട്ട് കുറേ വാഴയൊക്കെ കളഞ്ഞാൽ, വാഴയും കപ്പയൊക്കെ. ആ, അത് മെയിൻ റോഡിൻ്റെ അങ്ങേ സൈഡിൽ കയറി പിന്നെ വാഴ കപ്പ എല്ലാം പറിച്ച് റോഡിലിട്ട് ടാപ്പിങ്ങുകാർ വന്നപ്പോൾ അവർ പേടിച്ചിട്ട് വാഴയൊക്കെ കണ്ട് പേടിച്ചിട്ട് ആനയാന്നുള്ളവർക്ക് മനസ്സിലായതുകൊണ്ട് അവർ തിരിച്ചു പോയത്. ടാപ്പിങ്ങിന് പോകാൻ പറ്റിയില്ല അവർ. അതെ അതെ. അത് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? അത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ, പള്ളിയുടെ തൊട്ടപ്പുറത്ത്. അല്ലേ? കച്ചേരിക്കടവ് പള്ളിയുടെ തൊട്ട് താഴെ. അല്ലേ? അവിടെ അവർക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ഫോറസ്റ്റുകാർ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കിട്ടുമല്ലോ എന്നുള്ളത് അറിയില്ല. ആർക്കും പഴയതുപോലും കിട്ടുന്നില്ല. ആ, പഴയതൊന്നും കിടക്കുകയാണ്, പെൻഡിങ്ങിലല്ലേ. അതെ അതെ അതെ. ഇവർ ഫണ്ടില്ലാന്നാ പറയുന്നത്. ഫണ്ട് വരുന്നതിനനുസരിച്ചാണ് കൊടുക്കുക. പഞ്ചായത്തിൽ നിന്ന് അവരെന്താ? പഞ്ചായത്തുകാരും വന്നിരുന്നു. പഞ്ചായത്തുകാർ പറയുന്നത് വേലിക്ക് അവർ പിന്നെ പൈസ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവരെ ഫണ്ട് ഫോറസ്റ്റിന് കൈമാറി. എന്നിട്ട് ഇനി ഫോറസ്റ്റുകാരുടെ ബാക്കി നീക്കം ഫോറസ്റ്റുകാരുടെ അടുത്ത് നടക്കേണ്ടത്. റേഞ്ചറുടെ അടുത്ത് വന്നിട്ട് അതിൻ്റെ ഫണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ടെൻഡറൊന്നും ആയിട്ടില്ല ഇതുവരെ. അതെ. ആ, ഇതൊക്കെ ഫ്രഷ് ആട്ടോ. ഇതൊക്കെ ഇന്ന് രാവിലത്തെ ആട്ടോ. രാവിലെ പോയതാ. ഇത് ഇവിടുന്ന് രാവിലെ ആയിരിക്കും പോയത്.
ഇതിപ്പോൾ റോഡിൻ്റെ സൈഡിലെത്തിയില്ലേ നമ്മൾ? ആ, റോഡ് സൈഡ് എത്തിയിട്ടോ നമ്മൾ, അവിടം വരെ എത്തി. കാലത്ത് റബ്ബറും കൂടെ വെട്ടാത്തതുകൊണ്ടല്ലേ? ആ, മഴക്കാലത്ത് ആരും ഇങ്ങോട്ട് വരുന്നുണ്ടായി അല്ലേ? ഈ മഴക്കാലത്ത് ടാപ്പിങ്ങുകാർക്ക് പേടിയാണ്. അതെ, ആ, അതുകൊണ്ട് ആരും ഇല്ലേ? ആ, വേനൽക്കാലത്ത് വെട്ടാൻ പേടിയാ, പിന്നെ മഴക്കാലത്തെ അതെ അതെ. വേനൽക്കാലത്ത് പിന്നെ കുറെ കൂടെ തെളിഞ്ഞൊക്കെ കിടക്കുന്നതുകൊണ്ട് ഒരു ചെറിയ മഴയുടെ സൗണ്ടും ഒക്കെ ഉണ്ടെങ്കിലും ഒന്നും അറിയില്ല ആന ഉണ്ടെങ്കിലും. എല്ലാവർക്കും ജീവനെ കൊതിയില്ല അല്ലേ? അതെ അതെ. ഇതേപോലെ ഇന്നാള് ടാപ്പിങ്ങുകാർ പോയപ്പോഴല്ല മറ്റേ ആന അവിടെ ചത്ത് കിടക്കുന്നുണ്ട്. അവർ കശുവണ്ടി പെറുക്കാൻ വന്നപ്പോൾ. അതെ അതെ. ചിലപ്പോൾ വല്ല അറ്റാക്കും വരും അല്ലേ? ആ, അവർ പേടിച്ചു പോയി. ഓർക്കാപ്പുറത്തൊക്കെ വരും. ആന കിടന്ന് ഉറങ്ങുന്നതെന്നൊക്കെ അവർ വിചാരിച്ചെന്ന് പറഞ്ഞേ. അന്ന് ഞാൻ ചോദിച്ചത്. ആ, അതെ അതെ. ഇതുകൊണ്ട് ഇപ്പം നിങ്ങളെ പറമ്പ് കണ്ടോ? സ്ഥിരമായിട്ട് ഇവിടെ ആന വരും കേട്ടോ. എല്ലാ ദിവസവും ആന വരുന്നുണ്ട്. ആന ഒരാനയല്ല, കൂട്ടമായിട്ട് തന്നെയാണ് വരുന്നത്. വന്ന് നമ്മളിപ്പോൾ മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്ററോളം നടന്നാണ് നമ്മൾ അവിടെ വരെ പോയത്. മെയിൻ റോഡിൻ്റെ അവിടെയും മെയിൻ റോഡ് കഴിഞ്ഞിട്ട് അപ്പുറത്തെ പറമ്പിലൊക്കെ പോകുന്നുള്ളതാണ്. അപ്പോൾ കാടിനോട് ചേർന്ന് കാട് കയ്യേറി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇതിനെ എന്താ പറയുക അനുകൂലിച്ച് വരുന്ന ആൾക്കാർ മനസ്സിലാക്കുക. ഇവരൊക്കെ വർഷങ്ങളായിട്ട്. നിങ്ങളൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ താമസമായിരുന്നു? ഇവിടെ നമ്മളെ ചെറുപ്പം മുതലേ 50 വർഷം കഴിഞ്ഞു. അതിന് മുന്നേ ഇവിടെ ആൾക്കാരില്ലേ? ഉണ്ട്. 50-100 വർഷം കുടിയേറ്റം അല്ലേ ഇവിടെ. പക്ഷെ ആ സമയത്ത് വരുമ്പോൾ ഇവിടെ ആൾക്കാർ വേറെ ഇത്ര ആളില്ല. പിന്നെ ആനയൊന്നും ഇങ്ങനെ ശല്യമില്ല. ആണല്ലേ? വേണ്ട, ഇപ്പോഴാണ് ആന ശല്യം കൂടിയത്. അതെ, ഇങ്ങനെ അങ്ങനെ വന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഒരു 10 വർഷത്തിനിടയ്ക്കാണ് ജനങ്ങൾക്കൊന്നും മേലാത്തൊരു സാഹചര്യമായത്. ഒന്നും കൃഷി ചെയ്താൽ കിട്ടിയല്ല. എല്ലാ സാധനവും ആനയും പന്നിയും കാട്ടുപോത്തും കുരങ്ങും ഇപ്പോൾ അതിലും വലിയ ശല്യമായിട്ട് വരിക. ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് ഇടാത്തത് പോലും ടാപ്പിങ്ങുകാർ പേടിച്ചിട്ട് വരികയല്ലോ, അതുകൊണ്ടാണ്. ആണല്ലേ? ആ, അതുപോലെ എത്രത്തോളം വലിയ നഷ്ടമാണ് വന്യമൃഗങ്ങൾ ഇവിടെ വരുത്തുന്നത്. എന്നാൽ ആ നഷ്ടം വരുന്നതിൻ്റെ ഒരു 10-1 100 ഒരു ആൾക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും എന്താ പറയുക ഒരു വല്ലാത്തൊരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ മാറേണ്ടത്. ആന നശിപ്പിച്ച് അതിനുള്ള നഷ്ടപരിഹാരമെങ്കിലും കൊടുക്കുക. ഏതായാലും കയറാതിരിക്കാനുള്ളൊരു പരിപാടിയും ആരും ചെയ്യുന്നില്ല. എന്നാൽ പിന്നെ നഷ്ടപരിഹാരമൊക്കെ അതിന് കറക്റ്റായിട്ടുള്ളൊരു നഷ്ടപരിഹാരം കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർക്കും വലിയ ബുദ്ധിമുട്ടില്ല. കാരണം അവർ ആ ഒരു കൃഷീനെ ആശ്രയിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ വിളവിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും ഇവിടെ ഉള്ളവർ. അപ്പോൾ അവർക്ക് ആ നഷ്ടപരിഹാരമെങ്കിലും കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും മര്യാദയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. ഞാനിപ്പോൾ കച്ചേരിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് സംസാരിക്കുന്നത്, കണ്ണൂർ ജില്ലയിലെ. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.